എനിക്കങ്ങോട്ട് പോവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് ഒരുപാട് ദൂരെയാണത്. മിനിമം ഒരു 700-800 കിലോമീറ്റർ ദൂരം വരും. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ എന്ത് ചെയ്യണം? എനിക്കങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ? അവിടുന്ന് നബി തങ്ങൾ പറഞ്ഞത്, മൈമൂന ബീവി, നിങ്ങൾ മസ്ജിദുൽ അഖ്സയിൽ കത്തിച്ചു വെക്കുന്ന വിളക്കിന് വേണ്ട എണ്ണയെങ്കിലും നിങ്ങൾ അതിലേക്ക് ഹദിയ ചെയ്യണം. മസ്ജിദുൽ അഖ്സയിലെ വിളക്ക് കത്തിക്കാനുള്ള എണ്ണ നിങ്ങൾ കൊടുത്തയച്ചാൽ ഖാന കമൻ സ്വല്ലാ ഫീഹാ, അവിടെ നിസ്കരിച്ചതിന്റെ കൂലി അല്ലാഹു നൽകുമെന്ന് ബീവിയോട് പുണ്യനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. മസ്ജിദിൽ ഒരു ബൾബ് ശരിയാക്കി കൊടുക്കുക, പള്ളിയുടെ ഒരു ലൈറ്റ്, പള്ളിയിലുള്ള സൗകര്യം, അവിടുത്തെ വൃത്തി, ഇതൊക്കെ ഭയങ്കരമാണ്, ചെറുതല്ല. ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മു, അല്ലാഹുവിന്റെ നാമം ഉയർത്തപ്പെടുന്ന ഭവനമാണിത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എല്ലാറ്റിനേക്കാളും, എല്ലാ വിഷയങ്ങളെക്കാളും വലിയ വിഷയം അല്ലാഹുവേ നിന്റെ വിഷയമാണെന്ന് ഈ ഉമ്മത്തിന്റെ പ്രതിനിധികളാണ് മുഅദ്ദിനുമാർ. പള്ളിമുനാരങ്ങളിലൂടെ ഇത് വിളിച്ചു പറയുന്ന നേരം ഈ ഉമ്മത്തിന്റെ ശബ്ദമാണ് പള്ളികളിലൂടെ മുഴങ്ങുന്നത്. അത് മാത്രമോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റൻ ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഇന്ന് ഇശാ നിസ്കാരത്തിന് ഇമാം ഓതിയത് സൂറത്തുൽ ദുഹയും സൂറത്തുൽ ശറഹുമാണ്. മദീന പള്ളിയിൽ നിന്ന് ഇങ്ങനെ എനിക്ക് ഒരു റമദാനിൽ ശൈഖ് ഹുദൈഫിയുടെ പിറകിൽ മദീനയിൽ സുബ്ഹിക്ക് ഇമാം വല്ലുഹ ഓതിയ ഒരു രംഗം ഓർമ്മ വന്നു. തൊട്ടപ്പുറത്ത് ഹുജറത്തു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് അവിടെ കിടക്കാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഓതുന്നത്? വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. നബിയേ, അല്ലാഹു നിങ്ങളോട് പിണങ്ങിയിട്ടില്ല നബിയേ. മാ വദ്ദഅക റബ്ബുക, അങ്ങേ അല്ലാഹു കൈവിടിഞ്ഞു എന്ന് ആരൊക്കെയോ പറഞ്ഞല്ലേ? അങ്ങന്റെ മെഹബൂബ് തന്നെയാണ്. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർളാ. അല്ലാഹു അങ്ങേക്ക് തരും. ഫതർളാ, അങ്ങനെ നബിയെ അങ്ങയുടെ മനസ്സ് നിറയുന്നവരെ അല്ലാഹു അങ്ങേക്ക് തരും. തങ്ങൾ പറയാം, എന്റെ ഉമ്മത്തികളിൽ ഏതെങ്കിലും ഒരാൾ നരകത്തിലുണ്ടെങ്കിൽ എനിക്ക് തൃപ്തി വരൂല. അതുകൊണ്ട് എന്റെ ഉമ്മത്തിലെ അവസാനത്തെ ആളെ പോലും അല്ലാഹു സ്വർഗത്തിലെത്തിക്കും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് മഹാനായ റസൂലുള്ളാഹി. അഹ്ലുൽ ബൈത്തിന്റെ സയ്യിദ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, അർജൽ ആയത്തി ഫിൽ ഖുർആൻ, അല്ലാഹുവിന്റെ കലാം എടുത്തു നോക്കിയാൽ അതിലേറ്റവും അല്ലാഹുവിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷ നൽകുന്ന ആയത്ത്, ഏറ്റവും വലിയ റജാ നൽകുന്ന അർജൽ ആയത്തി ഫിൽ ഖുർആൻ ഏതാണ്? വലസൗഫ യുഅതീക റബ്ബുക ഫതർളാ. അല്ലാഹു തരും. ആരിലൂടെ തരും? പുണ്യനബിയിലൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉമ്മത്തിനെ ഹബീബുമായി അല്ലാഹു ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ആ ഹബീബ് അവിടെ കിടക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ വചനം ഇങ്ങനെ ഓതുമ്പോ നമ്മളവിടെ ഹദറത്തിൽ ഇങ്ങനെ ബോധം നമുക്കിങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ വരണം. എന്താണ് ആ ഓതുന്നത്? അലം യജിദ്ക യതീമൻ ഫആവാ. നബിയേ, അങ്ങ് യതീമായിരുന്നപ്പോ അല്ലാഹു നിങ്ങൾക്ക് അഭയം തന്നില്ലയോ? വവജദക ളാല്ലൻ ഫഹദാ വവജദക ആയിലൻ ഫഅഗ്നാ. റിസാലത്തിന്റെ വെളിച്ചം എവിടെയാണെന്നറിയാതെ അങ്ങ് നടക്കുമ്പോൾ അല്ലാഹു വഹയിന്റെ വെളിച്ചം അങ്ങേക്ക് തന്നില്ലയോ നബിയേ? അതുകൊണ്ട് ഹബീബിനോട് തന്നെ അല്ലാഹു പറയുന്നു, ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ വഅമ്മസ് സായില ഫലാ തൻഹർ വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. തങ്ങളോട് നേരിട്ട് ഇങ്ങനെ അല്ലാഹു പറയാണ്. അത് ഹബീബ് അവിടെ ഇരുന്ന് കേൾക്കാൻ, ഇമാം അവിടെ ഓതുന്നു, ഹബീബ് തൊട്ടടുത്ത് കിടക്കുന്നു. ആ ഒരു വല്ലാത്തൊരു അനുഭവമാണ്. ഹബീബിനോട് നേരിട്ട് അല്ലാഹു പറയുന്നത് തൊട്ടരികത്തെ ഹബീബ് കേൾക്കാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു അനുഭവം ഇന്ന് ഇശാഇന്റെ ഒന്നാമത്തെ റക്അത്തിൽ ഇമാം ഓതിയത് വദ്ദുഹയാൻ, രണ്ടാമത്തേതിൽ അലം നശ്റഹ് ലക സദ്റക. അതും ഹബീബിനോടുള്ള നേരെയുള്ള ഖിതാബാണ്. നബിയേ, അങ്ങയുടെ ഹൃദയം അല്ലാഹു അങ്ങേക്ക് വിശാലമാക്കി തന്നില്ലയോ? അലം നശ്റഹ് ലക സദ്റക വവദഅനാ അൻക വിസ്റക അല്ലദീ അൻഖദ ളഹ്റക. അങ്ങേക്ക് വല്ലാത്ത ഭാരമുണ്ടായിരുന്നു, ഉത്തരവാദിത്വത്തിന്റെ ഭാരം, അങ്ങയുടെ ദഅവത്തിന്റെ ഭാരം, ഈ ഉമ്മത്തിനെ സംബന്ധിച്ചുള്ള ഹമ്മും ഗമ്മും എല്ലാം അല്ലാഹു അങ്ങേക്ക് സമാധാനമാക്കി തന്നില്ലയോ നബിയേ? വറഫഅനാ ലക ദിക്റക, അങ്ങയുടെ സ്മരണ നാം ഉയർത്തിയില്ലയോ നബിയേ? അതിൽ മഹാന്മാരായ മുഫസ്സിറുകൾ കൊടുക്കുന്ന ഒരർത്ഥം, പള്ളി മിനാരങ്ങളിലൂടെ
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. 2 പ്രാവശ്യം അല്ലാഹുവിന്റെ ഷഹാദത്ത് വിളിച്ചു പറഞ്ഞാൽ ലോകത്തുള്ള ദശലക്ഷക്കണക്കിന് വരുന്ന മസ്ജിദുകളുടെ മുനാരങ്ങളിലൂടെ ഓരോ സെക്കൻഡിലും അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഹബീബായ നബിയേ അങ്ങ് അല്ലാഹുവിന്റെ ദൂതരാണെന്ന് ഞങ്ങളിതാ സാക്ഷ്യം വഹിക്കുന്നു നബിയേ. എല്ലാ മസ്ജിദുകളുടെയും സമയക്രമങ്ങൾ ഓരോ നാടിന്റെയും വ്യത്യസ്തമാണ്. നമുക്കിപ്പോ രാത്രി ഇശ കഴിഞ്ഞു, ഗൾഫ് നാടുകളിൽ ഇപ്പൊ ഇശ ആവുന്നേ ഉള്ളൂ, അവിടെയൊക്കെ ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് ആഫ്രിക്കയിലേക്ക് ഇനി കുറച്ചു കഴിഞ്ഞാൽ ഇശാഇന്റെ സമയമാകുന്നു. അത് കഴിഞ്ഞാൽ നോർത്ത് ആഫ്രിക്കയിലേക്ക്, അത് കഴിഞ്ഞാൽ അങ്ങ് വെസ്റ്റിലേക്ക് അങ്ങ് കടന്നാൽ യൂറോപ്പിന്റെ മണ്ണുകളിലേക്ക് മഗ്രിബും ഇശാവും ആയിക്കൊണ്ടേയിരിക്കുന്നുള്ളൂ. അവിടങ്ങളിലൊക്കെ ഉള്ള വീടുകളിൽ, മസ്ജിദുകളിൽ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഇത് പറയപ്പെടാത്ത ഒരു സെക്കൻഡ് പോലും ഭൂമിയിലില്ലെന്നാണ്. ഈ ഭൂമിയിൽ അഷ്ഹദു അല്ലാ വാങ്ക് വിളിക്കാത്ത ഒരു നേരമില്ലെന്നാണ്. 24 മണിക്കൂറിലെ ഓരോ സെക്കൻഡിലും ഹബീബിന്റെ നാമം ഉച്ചരിക്കപ്പെടുന്നില്ലേ? ഇതാണ് അല്ലാഹു ഹബീബിനെ ഉയർത്തി എന്ന് പറഞ്ഞതിന്റെ ഒരർത്ഥം. അത് നിർവഹിക്കുന്നത് മസ്ജിദുകളാണ്. ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു, അല്ലാഹുവിന്റെ നാമങ്ങൾ ഉയർത്തപ്പെടാനും അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലപ്പെടാനും അല്ലാഹു നിശ്ചയിച്ച മസ്ജിദുകൾ. ആരാണ് അവിടെ തസ്ബീഹ് ചൊല്ലുന്നതെന്നറിയുമോ? യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദൂവി വൽ ആസ്വാൽ, രാവിലെയും വൈകുന്നേരങ്ങളിലും. അതിന്റെ ഇടക്കത് പെട്ടു എന്നാണ്. സാധാരണഗതിയിൽ പകൽ സമയം ആളുകൾ ജോലിക്ക് പോകുന്നവരാണ്. രാവിലെയും വൈകുന്നേരങ്ങളിലും പണി കഴിഞ്ഞവര് വിശ്രമത്തിലോ ഇബാദത്തിലോ ചെലവഴിക്കുന്ന സമയമാണ്. രാവിലെകളിലും വൈകുന്നേരങ്ങളിലും അല്ലാഹുവിന്റെ തസ്ബീഹ് ചൊല്ലുന്ന റിജാൽ, പുരുഷന്മാർ അല്ലാഹുവിന്റെ മസ്ജിദുകളിൽ വേണം. മസ്ജിദുകൾ മനോഹരമാണ്, ഇന്റർലോക്കുകൾ ചെയ്ത് മനോഹരമാണ് അതിന്റെ മുറ്റം. എന്നാൽ അവിടേക്ക് നിസ്കാരത്തിന് ഹയ്യ അലൽ സ്വലയും ഹയ്യ അലൽ ഫലാഹും വിളിച്ചു പറയുമ്പോൾ അങ്ങോട്ട് നടന്നു വരാൻ കഴിയാതെ ക്ഷീണമോ അലസതയോ ആലസ്യമോ വെച്ച് പിടിക്കുന്ന ആളുകൾ, അവരെ അല്ലാഹു ഇവിടെ തുറന്നു കാണിക്കുന്നുണ്ട്. റിജാലുൻ, ചില ആളുകൾ അല്ലാഹുവിന്റെ മസ്ജിദിന് വേണ്ടി ജീവിക്കുന്നവരാണ്. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർക്കാൻ അവരുടെ കച്ചവടമോ അവർ വിൽക്കുന്നതോ ഇതൊന്നുമേ അവിടെ പ്രശ്നമല്ല. വിൽക്കുന്നത്, വാങ്ങിക്കുന്നത് എന്തെല്ലാം പറയാതിരുന്നത്? വിൽക്കുമ്പോഴാണല്ലോ അവിടെ ലാഭമുണ്ടാകുന്നത്. വിൽക്കുന്ന ആൾക്കാണല്ലോ അവിടെ ലാഭം. അതുകൊണ്ട് കച്ചവടത്തിൽ ബൈഉം ശിറാഉം ഉണ്ടെങ്കിൽ തന്നെയും ബൈഇന്റെ വിഷയമാണ് അല്ലാഹു പറയുന്നത്. സൂറത്തുൽ ജുമുഅയിലും അങ്ങനെ തന്നെയാണ്, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. റിസ്ഖിനെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബൈഇനെ പറഞ്ഞു. കാരണം വിൽക്കുന്നതപ്പോഴാണ്. ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഉ ഇലാ ദിക്രില്ലാഹ് വദറുൽ ബൈഅ, അല്ലാഹുവിന്റെ ജുമുഅ നിസ്കാരം വെള്ളിയാഴ്ചകളിൽ അല്ലാഹുവിന്റെ വെളിയാളം വന്നാൽ നിങ്ങൾ വിൽപ്പന നിർത്തിയിട്ട് പള്ളിയിലേക്ക് പോകണം. വാങ്ങലും നിർത്തണം. വിൽപ്പനയ്ക്കൊരു ആവേശം വേറെ വരും. ഒരു കസ്റ്റമർ വന്നാൽ എനിക്ക് ഇത്ര പൈസ കിട്ടുമല്ലോ, ഒരു ഡീലാണല്ലോ, ആ കച്ചവടം പോലും അവിടെ ചെയ്യരുതേ, നിർത്തിവെക്കണേ. അല്ലാഹു നിങ്ങളെ വിളിക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇലാ സ്വലാഹ്, അവിടത്തേക്ക് മനസ്സിന് വേദനയുള്ള വിഷമമുള്ള എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ ബിലാൽ റളിയല്ലാഹു അൻഹു വന്ന ഹബീബിന്റെ മെഹബൂബായ മുഅദ്ദിനിനോട് പറയും, അരിഹ്നാ ബിഹാ യാ ബിലാൽ, വാങ്ക് വിളിക്കണേ എന്ന് പറയാൻ പുണ്യനബി ഉപയോഗിച്ച വാക്കതാണ് അരിഹ്നാ ബിഹാ യാ ബിലാൽ. ബിലാലെ, ആ നിസ്കാരം കൊണ്ട് നമുക്ക് ആശ്വാസം തരൂ. ഇഖാമത്ത് കൊടുക്കിൻ എന്നാണ് അതിന്റെ സാരം. നിസ്കാരം കൊണ്ട് എനിക്ക് ആശ്വാസം തരൂ. കാന ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇലാ സ്വലാഹ്, അവിടത്തേക്ക് മനസ്സിന് വേദനയുള്ള എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ നേരെ പോകുന്നത് നിസ്കരിക്കാനാണ്, മുസല്ല വിരിക്കുകയാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വഇഖാമിസ് സ്വലാഹ്,
മദീന പള്ളിയിൽ അന്ന് ജുമുഅ നടക്കുമ്പോഴാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ 100 കണക്കിന് ഒട്ടകങ്ങളുടെ മുകളിൽ സിറിയയിൽ നിന്ന്, ഫലസ്തീനിൽ നിന്ന്, ഖുദ്സിൽ നിന്ന്, ബുസ്റയിൽ നിന്ന് കച്ചവട സംഘങ്ങളുമായി, കച്ചവട സാധനങ്ങളുമായി 100 കണക്കിന് ഒട്ടകം, ചില റിവായത്തിൽ 1000 ഇബ്ലിൻ 1000 ഉണ്ടായിരുന്നു എന്ന് കാണാം. 1000 ഒട്ടകങ്ങൾ മദീന പള്ളിയുടെ മുമ്പിലേക്ക് വന്നപ്പോൾ وإذا رأوا تجارة أو لهوا انفضوا إليها وتركوك قائما. ഹബീബായ നബി തങ്ങൾ ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാസങ്ങളായി വാപ്പയെ കാണാത്ത മക്കൾ അവിടെയുണ്ട്, മാസങ്ങളായി മകനെ കാണാത്ത വാപ്പമാർ അവിടെയുണ്ട്, മാസങ്ങളായി ജ്യേഷ്ഠനെ അനുജനെ കാണാത്തവർ അവിടെയുണ്ട്. അവർ വന്നല്ലോ എന്ന സന്തോഷത്തിൽ ഖുത്ബ നടന്നുകൊണ്ടിരിക്കെ ചില ആളുകൾ മെല്ലെ വാപ്പയെ, ഉപ്പയെ അല്ലെങ്കിൽ മകനെ കാണാനൊന്ന് സലാം പറഞ്ഞ് തിരിച്ചു വരാം എന്ന് പറഞ്ഞ് മെല്ലെ അങ്ങ് ഇറങ്ങിപ്പോരുമ്പോഴാണ് പുണ്യ നബിയെ അങ്ങ് മസ്ജിദുൽ നബവിയുടെ അൽ മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ നിൽക്കുകയും മുമ്പിലുള്ള ആളുകൾ ഇറങ്ങിപ്പോവുകയും ചെയ്തല്ലേ. പറയൂ നബിയെ, അള്ളാഹുവിന്റെ പ്രതിഫലവും അള്ളാഹുവിന്റെ മഗ്ഫിറത്തുമാണ് നിങ്ങളുടെ കച്ചവടക്കാളൊക്കെ നല്ലത്, നിങ്ങളുടെ ബിസിനസിനേക്കാളൊക്കെ നല്ലത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ് എന്ന് ഓർമ്മപ്പെടുത്തി കൊടുത്തേക്കണേ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയുന്നു, ഹബീബിന്റെ മുമ്പിൽ ജുമുഅ കഴിഞ്ഞു വന്നിട്ട്, യാ റസൂലല്ലാഹ്, മാപ്പാക്കണേ നബിയെ, മാപ്പ് തരേണമേ. മുഹാജിറായ സ്വഹാബിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന്റെ ഹബീബാണ് കച്ചവടം ചെയ്യാൻ ബറക്കത്തിന് കയ്യിൽ കൊടുത്തത്. 4 ദീനാർ കയ്യിൽ കൊടുത്തു, 4 ദിർഹം. നബി തങ്ങൾ കൊടുത്തതല്ല, 4 ദിർഹം കൊണ്ടുവന്നു. എന്നിട്ട് നബിയോട് ചോദിച്ചുവല്ലോ, ഹബീബായ നബിയെ, അങ്ങ് ഞങ്ങളോട് കച്ചവടം ചെയ്യാൻ പറഞ്ഞു. അലൈക്കും ബിസ്സൂഖ് ലാ തദഊഹാ ലിൽ യഹൂദ്. ഇവിടെ ജൂതന്മാരാണ് കച്ചവട സംഘങ്ങൾ, അവരാണ് ഇവിടെ മാർക്കറ്റ് പിടിച്ചിടക്കിയിരിക്കുന്നത്. നിങ്ങളും ബിസിനസ് ചെയ്യണം, നിങ്ങളും കച്ചവടം ചെയ്യണം എന്ന് ചോദിച്ചപ്പോ, അവിടെ നിന്ന് ആഹ്വാനം ചെയ്തപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ യാ റസൂലല്ലാഹ്, 4 ദിർഹം കൊണ്ട് എന്ത് കച്ചവടം ചെയ്യാൻ കഴിയും നബിയേ? ഒരു പീടികക്ക് വാടക കൊടുക്കാൻ പറ്റുമോ? സാധനം വാങ്ങിക്കണമെങ്കിൽ കാശ് വേണ്ടേ? 4 ദിർഹമാണ് കയ്യിലുള്ളത്. ഹാത്തിഹായ ഇബ്നു ഔഫ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫേ, നിങ്ങളത് ഒന്ന് കൊണ്ടുവരൂ. മഹാനായ പുണ്യനബി അവിടുത്തെ പരിശുദ്ധമായ കൈകൊണ്ട് ആ കയ്യിൽ അടിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലാഹുമ്മ ബാരിക് ലി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിൻ ഫീ സഫഖതി യദിഹി. അല്ലാഹുവേ, ഈ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ചെയ്യുന്ന കച്ചവടങ്ങളിൽ നീ ബറക്കത്ത് നൽകണമേ. മഹാനായ കുഞ്ഞുക്കോയ തങ്ങളുടെ അരികത്ത് വന്ന് കച്ചവടത്തിന് പോകുന്നവര്, ഗൾഫിലേക്ക് പോകുന്നവര് തങ്ങളുടെ ഒരു ദുആ പ്രതീക്ഷിക്കുന്നുണ്ട്. മഹാനവറുകൾ നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യുന്നുമുണ്ട്. ഓരോരുത്തരുടെയും കൈപിടിച്ച് ഓരോരുത്തരെയും ആശ്വാസ വാക്ക് പറയാൻ ഒരു മനുഷ്യന് ആരോഗ്യം കഴിയുമോ? തങ്ങൾ തന്നെ ക്ഷീണത്തിലാണ്. ആരും അതിലൊരു വിഷമം വിചാരിക്കേണ്ട. ഈ മഹാത്തായ ഈ ഒരു മജ്ലിസിന്റെ മഖാമിന്റെ പരിസരത്തെത്തിയാൽ തന്നെ മഹാന്മാരായ സയ്യിദന്മാരുടെ മനസ്സിന്റെ സ്നേഹവും അവരുടെ പ്രാർത്ഥനയും നമുക്കുണ്ട് തന്നെ, അല്ലെങ്കിലുമുണ്ട് ഈ ഉമ്മത്തിന്. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട. ഒരുപാട് ആളുകൾ, 100 കണക്കിന് ആളുകൾ മുഹറം 1 തങ്ങളിൽ നിന്ന് ഒരു ചെറിയൊരു നാണയത്തുട്ട് കിട്ടാൻ വേണ്ടി ഇവിടെ നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. പെരുന്നാളിനും റമദാനിനും വിശേഷപ്പെട്ട ദിവസങ്ങളിലുമൊക്കെ ഇത് പുണ്യനബി തങ്ങൾ പഠിപ്പിച്ചതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തതാ നബിയെ. 4 ഞാൻ എന്ത് ചെയ്യും നബിയെ? കൈ നീട്ടിന് അബ്ദുറഹ്മാൻ ഇബ്നു ആ കയ്യിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ ബാരിക് ലി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിൻ ഫീ സഫഖതി യദിഹി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവരുടെ കച്ചവടത്തിന് അല്ലാഹുവേ നീ ബറക്കത്ത് ചെയ്യണമേ. മഹാൻ പറയാ, ഞാനിങ്ങനെ പോകുമ്പോ ഒരു പാറക്കല്ലൊക്കെ കാണുമെന്ന് ഉരുട്ടിയാലോ എന്ന് തോന്നും, അതിന്റെ ഉള്ളിൽ സ്വർണ്ണമുണ്ട് എന്നെനിക്ക് തോന്നുമായിരുന്നു. എന്ത് കച്ചവടം ചെയ്താലും ബറക്കത്ത്, എന്ത് ചെയ്താലും ലാഭം, എന്ത് ചെയ്താലും അവിടെ നിഅമത്ത്. അങ്ങനെ ഒരു കാലത്തിലൂടെയാ ഞാൻ കടന്നു വന്നത്. നബിയേ, എന്റെ കച്ചവട സംഘം അങ്ങയുടെ മസ്ജിദിന്റെ മുമ്പിലെത്തി നിൽക്കുമ്പോ, ആ പള്ളിയിൽ നടന്ന ഖുതുബയിൽ അങ്ങയുടെ ഖുതുബക്ക് ചെറിയൊരു പ്രയാസം എന്റെ കച്ചവട സംഘം കൊണ്ടുണ്ടായോ നബിയെ? എന്നോട് പൊറുക്കണേ. ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ്, എന്റെ ഉമ്മയും വാപ്പയും അവരെക്കാളൊക്കെ നബിയെ അങ്ങയെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഞാനെന്ന് പറഞ്ഞോട്ടെ, ഈ 1000 ഒട്ടകപ്പുറത്തുള്ള മുഴുവൻ സാധനങ്ങളും സ്വദഖത്തുൻ ഫീ സബീലില്ലാഹ് അങ്ങേക്ക് തന്നു നബിയെ. ഇത് അങ്ങ് എടുത്തോളൂ നബിയെ, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. അങ്ങയുടെ മസ്ജിദിലെ ഒരു ഖുതുബക്ക് എന്റെ ഈ കച്ചവടം കൊണ്ട് ഒരു പ്രയാസമുണ്ടായെങ്കിൽ നബിയെ എനിക്കത് വേണ്ട, എനിക്കത് വേണ്ട. ഫഇന്നഹാ സ്വദഖത്തുൻ ഫീ സബീലില്ലാഹ്. ഇങ്ങനെ ചെയ്തൊരു മഹാനെ മദീനയിൽ നമുക്ക് കാണുന്നു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي
സല്ലി വസല്ലിം ദായിമൻ അബദാ على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وبن عوف عاشر الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. പുണ്യ നബിതങ്ങൾ വന്നപ്പോ ഹബീബായ നബിതങ്ങളുടെ വിശുദ്ധമായ മസ്ജിദ് ഖുബാഇന്റെ പണി ആദ്യമായി നബിതങ്ങൾ തുടങ്ങി വെച്ചു. മദീനയിലെത്തിയപ്പോൾ അവിടെ നിന്ന് ആദ്യം ചെയ്തത് മസ്ജിദ് നിർമ്മിക്കുകയാണ്. അവിടുത്തെ ആളുകളെ അള്ളാഹുമായി ബന്ധിപ്പിക്കാനുള്ള ഒരു ഇടം, അത് മസ്ജിദാണ്. അള്ളാഹുവിന്റെ ഹബീബ് അതാണ് പണി കഴിപ്പിച്ചത്. ആ മസ്ജിദിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കെ ഏകദേശം പള്ളിയുടെ ചുമരുകളൊക്കെ പൊങ്ങി നിൽക്കുന്നു. ആ പള്ളിയിലേക്ക് ആരാണ് മണ്ണിന്റെ കട്ടകൾ കൊണ്ടുവന്നത് ആരെന്നറിയുമോ? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിലെ എന്ന് പറയുമ്പോൾ പുണ്യ നബിതങ്ങളുടെ കാലശേഷം എന്നാണ് ഇത് നമ്മൾ ഇപ്പർത്ഥം കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ മസ്ജിദ് ഹബീബായ നബിതങ്ങൾ ഖുബാ പള്ളിയായി ഹബീബ് നിർമ്മിച്ച മസ്ജിദാണ്. ഹബീബിന്റെ കൈ കൊണ്ടുണ്ടാക്കിയ ആദ്യത്തെ മസ്ജിദ്. അള്ളാന്റെ ഭൂമിയിലെ ആദ്യത്തെ മസ്ജിദ് കഅബയാണ്, ഒരു സംശയവുമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ അൽ മസ്ജിദുൽ അഖ്സയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഉമ്മത്തിന് ശ്രേഷ്ഠമായി ലഭിച്ച മസ്ജിദ്, ഹബീബിന്റെ കൈകൊണ്ട് തങ്ങൾ പടുത്തുയർത്തിയ മസ്ജിദ്, മസ്ജിദ് ഖുബാ മസ്ജിദാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് അൽ മസ്ജിദുൻ നബവി തങ്ങൾ എടുക്കുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന്റെ പള്ളിയുടെ മുറ്റത്താണ് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ വന്ന് പറഞ്ഞത്, യാ റസൂലല്ലാഹ്. അവിടുത്തെ പേര് റുമൈസ്വാ ബീവി എന്നായിരുന്നു. ഉമ്മു സുലൈം റുമൈസ്വാ റളിയല്ലാഹു അൻഹ. സമിഅതു ഖശ്ഫതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഞാൻ ഒരു കാലൊച്ച കേട്ടു. നോക്കുമ്പോൾ ഫഇദാ അന ബിറുമൈസ്വാഇ ഇംറഅതി അബീ തുൽഹ, അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായ റുമൈസ്വാ ബീവി എന്റെ മുമ്പിലുണ്ടായിരുന്നു എന്ന് സ്വർഗ്ഗത്തെ സംബന്ധിച്ച് പുണ്യനബി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉരീതുൽ ജന്നത അൽ ബാരിഹ, കഴിഞ്ഞ രാത്രി ഞാൻ സ്വർഗ്ഗം കണ്ടു. ദഖൽതു ഫീഹാ, ഞാൻ സ്വർഗ്ഗത്തിൽ കടന്നുവെന്ന് ഹബീബായ നബി തങ്ങളുടെ റൂഹുമായുള്ള ഹബീബിന്റെ ഒരു യാത്ര. സ്വപ്നങ്ങളിൽ ഒരുപാട് തങ്ങൾക്കുണ്ട് സ്വർഗ്ഗലോകത്തേക്കുള്ള യാത്ര. ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും അവിടുത്തെ ശരീരവുമായി പോയ യാത്രയല്ലാതെ തന്നെ ഒരുപാട് തവണ ഹബീബിന് അല്ലാഹു സ്വർഗ്ഗം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ ബീവി ചെയ്ത ഏറ്റവും വലിയ ഗുണമെന്നറിയുമോ? യാ റസൂലല്ലാഹ്, പള്ളിയുടെ മുറ്റത്ത് വന്ന് നിന്ന് മഹദി പറയുകയാണ്, നബിയേ, അങ്ങ് മദീനയിലേക്ക് വന്നപ്പോ എല്ലാവരും അങ്ങേക്ക് ഓരോ സമ്മാനങ്ങൾ തന്നുവല്ലോ നബിയേ. എന്റെ കയ്യിൽ സമ്മാനമില്ല, ഞാനൊരു പാവം പെണ്ണാണ് നബിയെ, എന്റെ ഭർത്താവ് മരിച്ചുപോയിട്ടുണ്ട്. ഹബീബായ നബിയേ, എനിക്ക് അങ്ങേക്ക് സമ്മാനമായി നൽകാൻ ഒരു മോനുണ്ട്, 10 വയസ്സുള്ള അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. എന്റെ മോനെ അങ്ങയുടെ ഖിദ്മത്തിന് ഞാൻ ഏൽപ്പിച്ചു തരട്ടെയോ നബിയേ എന്ന് പറഞ്ഞ് ഒരേ ഒരു മോനെ ഹബീബിന്റെ പള്ളിയിലേക്ക് ഹബീബിന്റെ കൈകളിൽ ഏൽപ്പിച്ചു പോയ ഉമ്മയാണ് മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ റുമൈസ്വാ ബീവി റളിയല്ലാഹു തആല അൻഹാ. ആ മഹദിയുടെ ചരിത്രങ്ങൾ ഒരുപാട് വേറെയുമുണ്ട്. സഹനത്തിന്റെ, ക്ഷമയുടെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ ഉമ്മത്തിന് കാണിച്ചു കൊടുത്ത ബീവിയാണത്. സുബ്ർ ബാറകല്ലാഹു ഫീ ലൈലതികുമാ എന്ന ഹബീബായ നബി തങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഉർഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ, അവിടുത്തെ മുമ്പിൽ വന്ന് പരാതി പറയാൻ, ഹബീബിന്റെ മുന്നിൽ വന്ന് വിഷയം അവതരിപ്പിക്കാൻ നൂറുകണക്കിന് ആളുകളാണ് ഹബീബിനെ കാത്തിരിക്കുന്നത്. വിശുദ്ധമായ അൽ മസ്ജിദുൻ നബവി, അവിടെയാണ് ഹബീബിന്റെ അവിടുത്തെ പ്രിയപ്പെട്ട സൗജാത്തിന്റെ, നമ്മുടെ ഉമ്മമാരുടെ വീടുകളുള്ളത്, ഹുജ്റത്തുള്ളത്. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു കരഞ്ഞു പോയിട്ടുണ്ട്. ഹബീബിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മസ്ജിദുൻ നബവിയുടെ ഒരു എക്സ്പാൻഷൻ, അതിന്റെ ഒരു വിപുലീകരണം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ കാലത്ത് നടക്കുമ്പോൾ മഹാനായ ഫുഖഹാഉൽ മദീനയിൽപ്പെട്ട ഫുഖഹാഉ സബഇൽപ്പെട്ട സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ അവിടുത്തെ ഭാര്യമാർ ഹബീബ് തങ്ങൾ ഹബീബായ നബി തങ്ങൾ സുന്നത്ത് നിസ്കരിക്കുകയും അവിടുന്ന് കിടന്നുറങ്ങുകയും ജീവിക്കുകയും ചെയ്തു പോയ ആ ഓരോരോ മുറികളും നിങ്ങൾ പൊളിക്കരുതേ എന്ന് മഹാൻ പറയുമായിരുന്നു. പക്ഷേ പള്ളിയുടെ വികസനത്തിന് അതവിടെ ചെയ്യേണ്ടി വന്നു. മഹാനവറുകൾ ആ വികസനം നടന്നു കഴിഞ്ഞതിന് ശേഷം കരഞ്ഞുകൊണ്ട് പറയുമായിരുന്നു, ഞാൻ കൊതിച്ചു പോവുകയാണ് മസ്ജിദുൻ നബവിയുടെ ചുറ്റുമുണ്ടായിരുന്ന ഹബീബിന്റെ ഭാര്യമാർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ, അവർ താമസിച്ചു പോയ ആ ഒരു റൂമുകളെല്ലാം അവിടെ തന്നെ നിലനിന്നിരുന്നുവെങ്കിൽ നമ്മുടെ ഹബീബ് എങ്ങനെയാണ് ജീവിച്ചത് എന്ന്
പിൽക്കാലത്ത് വരുന്ന മുഅ്മിനീങ്ങൾക്ക് കാണാൻ ഒരു ദലാലത്തായി അതവിടെ ശേഷിക്കണമായിരുന്നു, ആ ആധാറുകൾ അവിടെ നിൽക്കണമായിരുന്നു എന്നാണ് ഞാൻ കൊതിച്ചുപോയത്. അതിന് കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു കരയുമായിരുന്നു അത്രേ. ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ കാണാൻ ആളുകൾ ഒരുപാട് അവിടെ തടിച്ചുകൂടുന്നു. ഉണ്ണിനബി തങ്ങളെ അവിടത്തോട് വേവലാതി ബോധിപ്പിക്കാൻ മഴയില്ലാതെ വിഷമിച്ചിരുന്ന സമയം ഇമാം ബുഖാരി ധരിച്ച ഹദീഥല്ലയോ, നബിയേ ഹലക്കത്തിൽ മവാശി, നബിയേ കന്നുകാലികൾ ചത്തുപോവാൻ തുടങ്ങി, നബിയേ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ ഉമ്മമാർക്ക് പാലില്ല, നബിയേ വെള്ളമില്ല. അസ്വാബനാ ഖഹ്തുൻ, അതുകൊണ്ട് നബിയെ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് അല്ലാഹുവിനോട് ദുആ ഇറക്കണേ. മിമ്പറിൽ നിന്നുകൊണ്ടാണ് ഹബീബ് ദുആ ചെയ്യുന്നത്. മസ്ജിദുൻ നബവിയുടെ മിമ്പറാണ്, മെഹ്റാബാണ് അതിന്റെ സാക്ഷി. ഇന്ന് നമ്മൾ വിശുദ്ധമായ മദീന പള്ളിയിലേക്ക് ബാബുസലാമിലൂടെ കടന്നു പോകുമ്പോൾ ആ ഫോണൊക്കെ അവിടെ നിന്ന് എടുത്തു വെച്ചിട്ട് ഫോൺ എടുക്കുന്ന ആളുകളെയും ശ്രദ്ധിക്കാതെ എന്തൊരു വലിയ അദബുകേടാണതെന്ന് പറയാതിരിക്കാൻ വയ്യ. ഒരുപാട് തവണ ഓർമ്മിപ്പിച്ച വിഷയങ്ങളാണ്. എന്നാലും മലയാളി മുസ്ലിമീങ്ങളായ ആളുകൾ, ഇത് കേൾക്കുന്നവർ അറിയുന്നവർ ദയവ് ചെയ്ത് ചെയ്യരുതേ. ഹബീബിന്റെ പള്ളിയിൽ ക്യാമറ എടുക്കണ്ട, അത് ഒട്ടും പുണ്യമുള്ള കാര്യമല്ല. അല്ലാത്തിടത്ത് തന്നെ എന്നിട്ട് ആ മസ്ജിദിൽ വിശുദ്ധമായ ഹബീബിനോട് സലാം പറയാൻ ബാബുസലാമിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ നമ്മുടെ ഇടതുഭാഗത്ത് ഹബീബിന്റെ മിമ്പറുണ്ട്, അവിടുത്തെ മെഹ്റാബുണ്ട്. മെഹ്റാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിന്റെ മിമ്പർ അവിടെയുണ്ട്. ആ മിമ്പറിൽ അന്നൊരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു ഖിലാഫത്തിന്റെ കാലത്ത് ഉമർ തങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്ത് റസൂലുള്ളാഹി തങ്ങളാണ് ആ മിമ്പറിൽ കയറുന്നത്. തങ്ങളുടെ കാലശേഷം ഉമർ റളിയല്ലാഹു തആല അൻഹു ആ മിമ്പറിൽ ഖുതുബയോദാൻ വേണ്ടി കയറി നിന്ന നേരത്ത് ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടി ഹുസൈൻ എന്നവരെ, ഫാത്തിമ ബീവിയുടെ മോന്, അല്ലാഹുവിന്റെ റസൂലിന്റെ മിമ്പറ അത് വല്ലിപ്പയുടെ മിമ്പറയാണ്. ആ മിമ്പറിന്റെ അരികത്തേക്ക് വന്നു ഉമർ എന്നവർ ആ മിമ്പറിൽ കയറി നിൽക്കുന്നുണ്ട്. ഇൻസിൽ മിൻ മിമ്പരി ജദ്ദി, ഇതെന്റെ വല്ലിപ്പയുടെ മിമ്പറാണ്, ഇവിടെ നിന്ന് ഇറങ്ങണേ. ഉമർ തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഹുസൈൻ എന്നവര് ചെറിയ കുട്ടിയാണ്. ഇൻസിൽ ഇറങ്ങണേ മിൻ മിമ്പരി ജദ്ദി, ഇതെന്റെ വല്ലിപ്പയുടെ മിമ്പറാണ്. ഉമർ റളിയല്ലാഹു അൻഹു കരച്ചിലടക്കാൻ പറ്റിയില്ല. ഉമർ തങ്ങൾക്ക് പറയാൻ പറ്റുമല്ല എന്ന് ആണല്ലോ, ഹബീബിന്റെ മിമ്പറാണ്. പക്ഷെ ഹബീബായ നബി തങ്ങൾ അല്ലാഹുവിലേക്ക് ബർസഖിയായ യാത്രയിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നുവല്ലോ, നമ്മോടൊപ്പം ഭൂമിക്ക് മുകളിലില്ലല്ലോ. മഹാനായ ഉമർ എന്നവർ പറഞ്ഞു, മോനെ നിങ്ങളുടെ കുടുംബത്തിന്റെ മഹത്വമല്ലാതെ എന്താണ് ഒരു മുസ്ലിമിന്റെ തലയിൽ മുളക്കുന്ന മുടി പോലും ഈ കുടുംബത്തോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നുവല്ലോ. ഉമർ തങ്ങൾ പറഞ്ഞ വാക്കാണത്. അഹ്ലുബൈത്തിനോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു മോനെ, അങ്ങയുടെ വല്ലിപ്പയുടെ നമ്മുടെ ഒക്കെ ഹബീബിന്റെ മിമ്പറാണിത് മോനെ. ഖുതുബക്ക് നിന്നതല്ലേ, ഞാൻ നിന്നോട്ടെ. ആ മോനോട് ചോദിക്കുക ഉമർ റളിയല്ലാഹു അൻഹു. കുട്ടിക്ക് സങ്കടമടക്കാൻ പറ്റിയില്ല, എന്റെ വല്ലിപ്പ കയറി നിൽക്കുന്ന മിമ്പറല്ലേ ഇത്. ആ മിമ്പറിൽ നിന്നാണ് ഹബീബ് ദുആ ചെയ്യുന്നത്. അല്ലാഹുമ്മ അഗ്സിനാ, അല്ലാഹുമ്മ അഗ്സിനാ, അല്ലാഹുമ്മ അഗ്സിനാ. അല്ലാഹുവേ ഞങ്ങൾക്ക് മഴ വേണം, അല്ലാഹുവേ ഞങ്ങൾക്ക് മഴ വേണം, അല്ലാഹുവേ ഞങ്ങൾക്ക് മഴ വേണം. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, വമാ ഫിസ് സമാഇ മിൻ ഖുസ്അതി സഹാബ്, മേഘത്തിന്റെ ഒരു പടലം പോലും അന്ന് ആകാശത്തില്ല. ആകാശം തെളിഞ്ഞ് ബ്ലൂ സ്കൈ ആയി നിൽക്കാണ്, നല്ല ചൂടുള്ള കാലം. അവിടുന്ന് മിമ്പറിൽ നിന്ന് ദുആ ചെയ്യുന്നു. ആ ദുആ അതിന്റെ ഏതാനും സെക്കൻഡുകൾ കഴിയുമ്പോഴേക്കും ഇവിടെ നിന്നില്ലാത്ത വിധം മദീനയുടെ മുകളിലേക്ക് കറുത്ത കാർമേഘങ്ങൾ ഒരുമിച്ച് കൂടുന്നത് ഞങ്ങൾ കണ്ടു എന്ന് അനസ് തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം ബുഖാരി തങ്ങളുടെ സ്വഹീഹിലാണ് കിടക്കുന്നത്. അത്രയും പ്രബലമായ സംഭവം, മുത്തവാത്തിറായ സംഭവം. മഴ പെയ്യാൻ തുടങ്ങി. ഞങ്ങൾ ആ ജുമഅയിൽ സുജൂദിൽ തലവെച്ചപ്പോൾ ചെളിവെള്ളത്തിലായിരുന്നു ഞങ്ങൾ തലവെച്ചത്. പള്ളിയിലും മഴ കിട്ടി എന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു മസ്ജിദിന്റെ മെഹ്റാബിലാണ്, മിമ്പറിലാണ് അള്ളാഹുവിന്റെ ഹദ്റത്തിൽ നിന്ന് ഇജാബത്തുകൾ വന്നുകൊണ്ടിരുന്നത്. ആ മിമ്പറിൽ പുണ്യനബി കാലെടുത്ത് കയറുമ്പോ വിശുദ്ധമായ മദീനത്തുൻ നബിയുടെ അൽ മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ അവിടുന്ന് പറഞ്ഞില്ലേ ആമീൻ. രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കയറിയപ്പോൾ വീണ്ടും പറഞ്ഞു ആമീൻ. മൂന്നാമത്തെ മിമ്പറിന്റെ സ്റ്റെപ്പിലും പറഞ്ഞു ആമീൻ. യാ റസൂലല്ലാഹ് സമിഅനാക അമ്മൻത്, അങ്ങ് ആമീൻ പറഞ്ഞത് ഞങ്ങൾ കേട്ടു നബിയെ. ആരും ഇവിടെ ദുആ ചെയ്തില്ലല്ലോ, ഞങ്ങൾ കേട്ടില്ലല്ലോ. അതാനി ജിബ്രീലു അലൈഹിസ്സലാം, മസ്ജിദുൻ നബവിയുടെ വിശുദ്ധമായ മിമ്പറയുടെ ഓരോ സ്റ്റെപ്പുകൾ നബി തങ്ങൾ കയറുമ്പോഴേക്കും ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ വന്നിട്ട് നബിയോട് പറയുന്നു, നബിയെ ഇന്നി ദാഇൻ, ഞാൻ ദുആ ഇറക്കാൻ പോകുന്നു നബിയെ, എന്റെ ദുആഇന് നിങ്ങൾ ആമീൻ പറയണം. ഞാൻ പറയാം.
ആദ്യത്തെ ദുആ, ആമീൻ പറയണേ നബിയേ. മൻ അതാഹു റമളാനു ഫലം യുഗ്ഫർ ലഹു റഗിമ അൻഫു മൻ അതാഹു റമളാനു ഫലം യുഗ്ഫർ ലഹു. ഒരാൾക്ക് നഷ്ടം സംഭവിക്കട്ടെ, റമളാൻ മുഴുവൻ കഴിഞ്ഞു പോയിട്ടും അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കാൻ ഒരു തൗഫീഖ് പോലും കിട്ടാത്ത മനുഷ്യൻ, അവന്റെ മൂക്ക് മണ്ണിലുരസട്ടെ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. പറയും നബിയെ ആമീൻ, ആമീൻ. റഗിമ അൻഫുമൻ, ഹബീബായ നബിയെ അങ്ങയുടെ പേര് മുഹമ്മദ് എന്നോ അഹ്മദ് എന്നോ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് അഹ്മദാണ്, അവിടുന്ന് അൽ മാഹി ആണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ഹബീബിന്റെ പേര് പറയപ്പെടുമ്പോൾ റസൂലുള്ളാഹി എന്ന് പറയുമ്പോൾ തന്നെ വേണം മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങയുടെ പേര് പറയപ്പെടുമ്പോൾ മടി കാരണം ചുണ്ടനക്കാതെ ആരെങ്കിലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ മടി കാണിച്ചാൽ അവരിൽ നിന്ന് അള്ളാന്റെ റഹ്മത്ത് ദൂരെയാവട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ദുആ. നമ്മൾ വിചാരിക്കും എന്തേ നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവാത്തത്? വലിയൊരു കാരണം ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലാൻ പിശുക്കുന്ന അവസ്ഥ നമ്മൾ അറിയാതെ ശീലിച്ചു പോകുന്നുണ്ടാവുക. മിണ്ടാണ്ടിരിക്കും, തങ്ങളുടെ പേരിങ്ങനെ കേൾക്കുന്നു, അത് കാസറ്റ് കേട്ടാലും ചൊല്ലിക്കോ, കൂലി കിട്ടും. അത് നിങ്ങൾ വീഡിയോ യൂട്യൂബ് കേട്ടാലും ചൊല്ലിക്കോളൂ, ഫേസ്ബുക്കിൽ കേട്ടാലും ചൊല്ലിക്കോ. നമ്മൾ ഫിഖഹിന്റെ മസ്അലയിലേക്ക് ഇറങ്ങിച്ചെന്നത് ഒറിജിനൽ തന്നെയാണോ, അത് പാള് പറഞ്ഞു തന്നെയാണോ, അത് രണ്ടാമത് റിപ്പീറ്റ് ചെയ്യല്ലേ? അദബൻ മഅ റസൂലില്ലാഹ്, റസൂലുള്ളാഹി തങ്ങളോടുള്ള അദബ് ഇപ്പോഴൊക്കെ ചൊല്ലണം എന്നാണ്. എപ്പോഴും ഹബീബിന്റെ പേര് കേട്ടാൽ ചൊല്ലണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് ആമീൻ പറഞ്ഞത് ആരാണ്? ദുആ ചെയ്തത് ആരാണ്? സയ്യിദുൽ അംലാക്കിന്റെ ദുആ, സയ്യിദുൽ ഖൽഖിന്റെ ആമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമതൊരു ആമീൻ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നിങ്ങൾ ഓർത്തു വെക്കണേ, മറന്നുപോകരുത്. ഇത് മസ്ജിദുൻ നബവി എന്ന ഹബീബിന്റെ മസ്ജിദിന്റെ ഉള്ളിൽ നടന്ന ജിബ്രീൽ അലൈഹിസ്സലാം എന്ന അള്ളാഹുവിന്റെ വഹയിന്റെ അമീനായ മലക്ക് ഹബീബായ തങ്ങളോട് ജുമുഅ ദിവസം മിമ്പറിൽ ഖുതുബ എന്ന ഏറ്റവും വലിയ ശ്രേഷ്ഠമായ വെള്ളിയാഴ്ചയിലെ ഇബാദത്തിന് ഹബീബായ നബി കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടത്തോട് വന്ന് പറഞ്ഞു കൊടുത്ത ദുആയാണിത്. എന്താ ദുആ? റഗിമ അൻഫു മൻ അദ്റക വാലിദൈഹി ഫലം യുഗ്ഫർ ലഹുമാ. സ്വന്തം വാപ്പാക്ക് അല്ലെങ്കിൽ ഉമ്മാക്ക് ശരീരം തളർന്നു പോകുന്ന വാർദ്ധക്യം വരുന്ന സമയം, പ്രായമാകുമ്പോ, വിഷമമാകുന്ന ഘട്ടങ്ങളിൽ, കൂടെ ഒരാളില്ലാതെ നടക്കാൻ കഴിയാതെ വരുമ്പോൾ, സഹായത്തിന് ആള് വേണ്ടി വരുമ്പോ, വർത്തമാനം പറഞ്ഞത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോ, ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോകുമ്പോ, വസ്ത്രത്തിലറിയാതെ മൂത്രമായി പോകുമ്പോ, ബെഡിൽ കിടന്നിടത്ത് വിസർജമായി പോകുമ്പോ, ഭക്ഷണം കഴിക്കാൻ കഴിയാതെ തട്ടിച്ചിന്തിക്കളയുമ്പോ, പറഞ്ഞതും ചോദിച്ചതും തന്നെ വീണ്ടും പറഞ്ഞും വീണ്ടും ചോദിച്ചും മക്കൾക്ക് അരോസരമുണ്ടാക്കുന്ന ഘട്ടങ്ങളിലേക്ക്, അറുതലുൽ ഉംറിലേക്ക് നമ്മുടെ ഉമ്മയും നമ്മുടെ വാപ്പയും പ്രായത്തിലേക്ക് കടന്നു വന്നാൽ, അവരെ ശുശ്രൂഷിക്കുന്നവർക്ക്, അവർക്ക് ഖിദ്മത്ത് ചെയ്യുന്നവർക്ക്, അവരെ പരിപാലിക്കുന്നവർക്ക്, അവർക്ക് സ്നേഹം അവിടെ കൊടുക്കുന്നവർക്ക്, അവരുടെ എല്ലാ ചീത്ത വാക്കുകളെങ്ങാനും വന്നാൽ പോലും അത് സഹിക്കുന്ന മക്കൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ്. മാതാപിതാക്കൾ സ്വർഗത്തിന്റെ 2 വാതിലുകൾ നിങ്ങളുടെ കൈകളിൽ കിട്ടിയിട്ട് ആ മാതാപിതാവിനെ നോക്കാതെ ജ്യേഷ്ഠം കൊണ്ടുപോയിക്കോട്ടെ, നിങ്ങൾ പറയും അളിയനത് ഇഷ്ടായില്ല ഇവിടെ വന്നാൽ, അതുകൊണ്ട് കാക്ക കൊണ്ടുപോട്ടെ, ഇളാപ്പ കൊണ്ടുപോയിക്കോട്ടെ, മൂത്താപ്പ കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറഞ്ഞ് മക്കൾ മാതാപിതാക്കളെ വെച്ച് തട്ടിക്കളിച്ചാൽ നിങ്ങൾക്ക് നഷ്ടമാകുന്നത് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. ദുന്യാവും ആഖിറവുമാണ് നിങ്ങൾക്ക് നഷ്ടമാവുന്നത്. ആ ഉമ്മയോ അപ്പയോ നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നാൽ കാലിൽ ചെളിയുണ്ടായിരിക്കാം, നിങ്ങളുടെ വീടിന് വൃത്തികേടായി എന്ന് വന്നേക്കാം, കാലിന്റെ പാടുകൾ ഉണ്ടായെന്ന് വന്നേക്കാം, തുപ്പാൻ പാടില്ലാതെ തുപ്പിന്ന് വന്നേക്കാം, അവർക്ക് ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്യാൻ അറിയില്ലായിരിക്കാം, അവിടെ ഇവിടെയും മൂത്രായി എന്ന് വന്നേക്കാം. ഇതൊക്കെ ആയാലും നിങ്ങളുടെ വീടാണ് നന്നാക്കിയെടുക്കാം. എന്നാൽ അവരെ സന്തോഷിപ്പിക്കുകയും അവരെ വേദനിപ്പിക്കാതിരിക്കുകയും അവരുടെ കൈപിടിച്ച് ഉപ്പാ ഉമ്മ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ച് കണ്ടറിഞ്ഞ് ആ ഉപ്പാക്കും ഉമ്മാക്കും ഖിദ്മത്ത് ചെയ്താൽ അവർക്ക് കിട്ടാൻ പോകുന്നത് ദുന്യാവിന്റെ വീട് മാത്രമല്ല, അള്ളാഹുവിന്റെ സ്വർഗമാണ്, സ്വർഗമാണ്, സ്വർഗമാണ്. മാതാപിതാക്കളെ പ്രായമായ സമയത്ത് ജീവനോടെ മാതാപിതാക്കളെ പരിപാലിക്കാൻ അവസരമുണ്ടായ ആൺമക്കൾക്കും പെൺമക്കൾക്കും ആ വാപ്പയെ ഉമ്മയെ നോക്കാൻ കഴിയാത്തത് കൊണ്ടാവരുത്, സാധിക്കുമെന്നിരിക്കെ വേണ്ടാന്ന് വെച്ചിട്ട് അവരോട് ഖിദ്മത്ത് ചെയ്യാതിരിക്കുന്നവർക്ക് നഷ്ടം വരട്ടെ. പറയൂ നബിയെ ആമീൻ. ആ ആമീനിന് ഹബീബ്, ആ ദുആഇന് ഹബീബ് ആമീൻ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനെ, മാതാപിതാക്കൾ മരിച്ചുപോയി ഖബറിലായിരിക്കാം പലരുടേതും. ഇതൊന്നും ഒരുപക്ഷെ അന്ന് ഓർമ്മ ഉണ്ടായിരിക്കണമെന്നില്ല. അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചോളൂ. ആ മാതാപിതാക്കളുടെ ഖബറിന്റെ അരികത്ത് ചെന്ന് പൊറുക്കലിനെ ചോദിച്ചോളൂ, മാപ്പ് ചോദിച്ചോളൂ. പൊറുക്കലിനെ തരാൻ വേണ്ടി പറയും, അവരോട് മാപ്പ് തരാൻ വേണ്ടി പറയും, റബ്ബിനോട് മാപ്പിനെ ചോദിച്ചോളൂ.
അവരുടെ റിളയിലാണ് അള്ളാഹുവിന്റെ റിളയുള്ളത്, അവരുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ പൊരുത്തമുള്ളത്. നമ്മുടെ വീടുകളിൽ അള്ളാഹു നമുക്ക് നൽകുന്ന സ്വർഗമാണ് നമ്മുടെ ഉമ്മയും നമ്മുടെ ഉപ്പയും. അവരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് റബ്ബേ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ തമ്പുരാനെ. എന്ന് മരിച്ചുപോയവർക്ക് ഖബറിൽ സ്വർഗം നൽകണേ റബ്ബേ, സ്വർഗം നൽകണേ റബ്ബേ. ആ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് മക്കളോട് വിഷമം ഉണ്ടാവരുതേ റബ്ബേ. അവരുടെ മനസ്സിലെ വിഷമങ്ങളെ നീക്കിക്കളയണേ പടച്ചവനെ. അവരുടെ പൊരുത്തം മക്കൾ പശ്ചാത്തപിച്ച് മടങ്ങുന്നു റബ്ബേ, നീ അവർക്ക് കൊടുക്കണേ റഹ്മാനേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വാ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി. ഹബീബായ നബി തങ്ങളുടെ വിശുദ്ധമായ പള്ളിയിൽ ഒരു മിമ്പറയുണ്ട്. ആ മിമ്പറ ഹബീബായ നബി തങ്ങളുടെ ശറഫായ 2 കൈകൾ, ആ കൈകളാൽ പുണ്യനിബിതങ്ങൾ ആ മിമ്പറ നീക്കി വെച്ചിട്ട് ആ മിമ്പറയിൽ ഒരാളെ കൊണ്ടുവന്ന് ഇരുത്തിയിരുന്നു. എന്നിട്ട് ആ സ്വഹാബിയോടാണ് നിബിതങ്ങൾ പറഞ്ഞത്, ഉഹുജുഹും വജിബ്രീലു മഅക്, ഉഹുജുഹും വജിബ്രീലു മഅക്, ഉഹുജുഹും വജിബ്രീലു മഅക്. ഹസ്സാൻ ഇബ്നു സാബിത്ത് ഷാഇറു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹബീബായ നബി തങ്ങളുടെ ഷാഇറാണ്. ഹബീബിന് വേണ്ടി പാട്ട് പാടുന്ന ആളാണ്. ഹബീബിന്റെ മദ്ഹ് പറയുന്ന, ഹബീബിന്റെ മൗലിദ് നമ്മൾ പറയുന്ന വാക്കർത്ഥം തന്നെ അതിന്റെ ആശയം ഹബീബിന്റെ മദ്ഹ് എന്നാണ്. പുണ്യനബി തങ്ങൾക്ക് വേണ്ടി മദ്ഹ് പാടിയിരുന്ന ഹസ്സാൻ റളിയല്ലാഹു അൻഹു, ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു, അവരോട് നബി തങ്ങൾ മസ്ജിദുൻ നബവിയിലെ കസേര ഇട്ടുകൊടുത്തുകൊണ്ട് പറഞ്ഞ വാക്കുണ്ട്, ഹസ്സാനെ ഇരുന്നോളൂ. ഇസ്ലാമിനെതിരെ, തൗഹീദിനെതിരെ, പുണ്യനിബിതങ്ങൾക്കെതിരെ കവിതകളിലും അല്ലാത്ത സാഹിത്യങ്ങളിലും ആക്ഷേപം നടത്തുന്ന മുഴുവൻ ആളുകൾക്കുമുള്ള മറുപടി ഈ മസ്ജിദിൽ നിന്നാണ് പോകേണ്ടത്. ഹബീബായ തങ്ങൾ ഇരുന്നിരുന്ന ഒരു കസേര, ഒരു മിമ്പർ മഹാനായ ഹസ്സാൻ എന്നവർക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടാ പറഞ്ഞത്, ഇരുന്നോളൂ ഹസ്സാനെ. ഉഹുജുഹും, ശത്രുക്കൾക്ക് മറുപടി കൊടുക്കൂ. നിങ്ങളുടെ കാവ്യഭാഷയിൽ, നിങ്ങളുടെ കവിതകളിൽ, നിങ്ങളുടെ പാട്ടുകളിൽ നിങ്ങൾ ഹബീബായ നബി തങ്ങൾ കൊടുത്ത അംഗീകാരമാണ്, നിർദ്ദേശമാണ്. ഹസ്സാനെ മറുപടി കൊടുത്തോളൂ. എന്നിട്ട് പറഞ്ഞ വാക്കെന്താണ്? വജിബ്രീലു മഅക്, നിങ്ങളോടൊപ്പം ജിബ്രീലു അലൈഹിസ്സലാം ഉണ്ട്. ഉഹുജുഹും വജിബ്രീലു മഅക്. ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്നവരുടെ പാട്ട് കേട്ടപ്പോഴേ ബനൂ തമീമിലെ ഒരു നിവേദക സംഘം ഹബീബിന്റെ മുമ്പിൽ വന്ന ചരിത്രമുണ്ട്. ഹുജറാത്തിൽ അല്ലാഹു തആല പറഞ്ഞ ആ അറാബികൾ, സുബർഖാൻ ഇബ്നു ബദർ ഭയങ്കര കവിയാണ്. നമുക്ക് അതാ സംഭവം ഒന്ന് വിശദീകരിക്കണം ഇൻഷാ അല്ലാഹ്. ആ കവിതൊക്കെ അവർ പറയാ, ഇത് എങ്ങനെ പാടുന്നു, ഞങ്ങളുടെ കവിയൊക്കെ തോറ്റുപോയല്ലോ എന്ന്. ഞങ്ങളുടെ കവിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലല്ലോ. യാ അല്ലാഹ്, യാ അല്ലാഹ്, യാ അല്ലാഹ്. വഅജ്മലു മിൻക വഅജ്മലു മിൻക ലം തറ ഖത്തു ഐനി وأحسن منك لم تلد النساء صلى الله عليه وسلم وأجمل منك لم تر قط عيني. അങ്ങയെക്കാളും ഭംഗിയുള്ള ഒരാളെ നബിയെ എന്റെ കണ്ണുകളാൽ ഞാൻ കണ്ടിട്ടേ ഇല്ല, ഇനി കാണുകയുമില്ല. وأحسن منك لم تلد النساء, അങ്ങയെക്കാളും ഭംഗിയുള്ള ഒരാളെ ഒരു പെണ്ണിനും പ്രസവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഖുലിഖ്ത മുബറഅൻ മിൻ കുല്ലി ഐബിൻ കഅന്നക ഖദ് ഖുലിഖ്ത കമാ തശാഉ. ഒരു ന്യൂനതയുമില്ലല്ലോ നബിയേ, ഒന്നുമില്ല. എന്തു മനോഹരം, എന്തു മനോഹരം നബിയേ. ത്വബ്ത ഹയ്യൻ വമയ്യിതാ, ജീവിച്ചിരിക്കുമ്പോൾ അങ്ങേക്ക് എന്ത് സുഗന്ധം നബിയേ, വഫാത്തായി കിടക്കുമ്പോഴും അങ്ങേക്ക് എന്ത് സുഗന്ധം എന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഹബീബിനെ കുറിച്ച് പറഞ്ഞില്ലേ? ഖുലിഖ്ത മുബറഅൻ മിൻ കുല്ലി ഐബിൻ കഅന്നക ഖദ് ഖുലിഖ്ത കമാ തശാഉ. എങ്ങനെയാണോ അല്ലാഹു അങ്ങയെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചത് അതുപോലെ തന്നെയാണല്ലോ നബിയെ അല്ലാഹു അങ്ങയെ സൃഷ്ടിച്ചത്. എന്തൊരു മനോഹരമാണ് നബിയെ. അൻത ഉമ്മുൻ അം അബുൻ മാ റഅയ്നാ ഫീഹിമാ മിഥ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി അശ്ശഫീഇൽ അബ്തുഹി വൽ ഹബീബിൽ അറബി. وإذا خطبت فللمنابر حزة تعر الندي وللقلوب بك بكاء. وإذا خطبت فللمنابر هزة
تعر الندي وللقلوب بكاء شهد الأنام بصدقه حتى العدا والحق ما شهدت به الأعداء صدقت يا رسول الله صدقت يا حبيب الله صدقت يا خير خلق الله ഹബീബിന്റെ പള്ളിയിലേക്ക് നമ്മുടെ ഈ പരിപാടിയുടെ ഏറ്റവും വലിയ അതിഥി സയ്യിദും ഷരീഫുമായ സയ്യിദ് കുടുംബത്തിൽ റിഫായി ശൈഖ് തങ്ങൾ അവറുകളുടെ പേരക്കുട്ടിയായി ഈ ശുദ്ധ മണ്ണിലേക്ക് നമുക്ക് വലിയൊരു നിധിയായി ലഭിച്ച طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي اللهم صل وسلم وبارك عليه ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ടവരെ അല്പസമയം കഴിഞ്ഞതിന് ശേഷം നമ്മളോട് ബർക്കത്തിന് വേണ്ടി അല്പം സംസാരിക്കും, ദുആ ചെയ്യും. അല്ലാഹു തആല ഈ ഉമ്മത്തിന് ഇടിക്കയറായി അള്ളാഹു നൽകുന്നതാണ് സദാത്യങ്ങൾ, സയ്യിദന്മാർ, ആലിമീങ്ങൾ, അള്ളാഹുവിന്റെ മഹത്തുക്കളായ സുഫിയാക്കൾ. അള്ളാഹു അവരുടെയൊക്കെ മദദും അവരുടെയൊക്കെ സുഹ്ബത്തും ദുനിയാവിലും നാളെ ആഖിറത്തിലും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബ്. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഇതാണ്. പുണ്യനബി തങ്ങൾ ഈ ഉമ്മത്തിനെ ബന്ധിപ്പിച്ചത് മഹബ്ബത്തിലൂടെയാണ്, ആ കൈപിടിക്കുന്നതിലൂടെയാണ്. ഇതൊരു സ്നേഹബന്ധമാണ്, റൂഹാനിയായ ആത്മാവിന്റെ റൂഹിയായ ഒരു മഹബ്ബത്തിന്റെ ബന്ധമാണ്. ആ ബന്ധത്തിൽ അള്ളാഹു നമുക്ക് ഹബീബായ നബി തങ്ങളുടെ ശഫാഅത്ത് റബ്ബ് തആല നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് ബനൂ തമീം ഗോത്രം കടന്നു വരികയാണ്. ഹബീബിന്റെ മസ്ജിദ് ഒരുപാട് ധർമ്മങ്ങൾക്ക് സാക്ഷിയാവുകയാണ്. വിശുദ്ധമായ ഹബീബിന്റെ പള്ളിയിലേക്ക് ഹിജ്റയുടെ 9-ാം വർഷം അല്ലെങ്കിൽ 10, അല്ലാമ ഇബ്നു ഇസ്ഹാഖ് എന്നവരും മഹാനായ ഇബ്നു ഹിഷാം എന്നിവരൊക്കെ അവരുടെ താരീഖുകളിൽ വളരെ വിശദമായി വിശദീകരിച്ചൊരു സംഭവമുണ്ട്. വഫ്ദ് ബനി തമീം, ബനൂ തമീമുകാർ അറബികളിലെ വലിയ പ്രമാണിമാരാണ്. അവര് ശുദ്ധ നബി തങ്ങളെ കാണാൻ വേണ്ടി വരികയാണ്. ആ വരുന്ന സദസ്സിൽ 80ഓളം ആളുകളുണ്ട്. ആ 80-ൽ ഹലീമുൽ അറബ് ഖൈസ് ഇബ്നു ആസിം എന്നിവരുണ്ട് റളിയല്ലാഹു അൻഹു. അവരൊക്കെ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു. ഹലീമുൽ അറബ്, അറബ് ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമാനിയും ക്ഷമാലുമായിരുന്ന മഹാനായ പുണ്യനബി തങ്ങളെ കാണാൻ അവർ വരുമ്പോ അവരിൽ അറബികളിലെ ഏറ്റവും വലിയ സാഹിത്യകാരൻ, അറബികളുടെ ഏറ്റവും വലിയ പ്രഭാഷകൻ അതാ ഇബ്നു ഹാജിബ് എന്നിവർ അക്കൂട്ടത്തിലുണ്ട്. അതാ ഇബ്നു ഹാജിബ് ഇബ്നു സുറാറ, അതുപോലെ അംർ ഇബ്നുൽ അഹ്സം എന്നിവർ കൂടെയുണ്ട്. അവരിൽ വലിയൊരു കവിയുണ്ട്, വലിയ ഒരു ഷാഇറുണ്ട്. ആ ഷാഇറിന്റെ പേരാണ് സുബർഖാൻ ഇബ്നു ബദർ. നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. ഇവരൊക്കെ പുണ്യനബി തങ്ങളെ കാണാൻ വേണ്ടി വരികയാണ്. ളുഹർ നിസ്കാരം നടക്കാനിരിക്കുന്നു. ഹബീബായ നബി തങ്ങളുടെ ഹുജ്റത്തു ഷരീഫയിൽ നിന്ന് അൽ മസ്ജിദുൻ നബവിയിലേക്ക് വരാൻ വേണ്ടി ളുഹറിന്റെ വാങ്കിന്റെ സമയം സ്വഹാബിമാർ പുണ്യനബി തങ്ങളെയും കാത്തിരിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയം ഇവർക്ക് ഇച്ചിരി ക്ഷമ കുറവായിരുന്നു. പുണ്യനബി തങ്ങൾ വരണമെന്നവർ ആഗ്രഹിച്ചു. പെട്ടെന്ന് ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജുറാത്ത് ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജുറാത്തി അക്തറുഹും ലാ യഅഖിലൂൻ. ഖുർആൻ ഇടപെടേണ്ടി വന്നു. അവർ വിളിച്ചു പറഞ്ഞു ഹബീബിന്റെ വീടിന്റെ പിന്നിൽ നിന്ന്, യാ മുഹമ്മദു ഖുർജ് ഇലൈനാ, മുഹമ്മദ് നബി തങ്ങളെ ഇറങ്ങി വരണം, പുറത്തേക്ക് വരണം. അങ്ങനെ ഒരു സയ്യിദിനെ പോലും വിളിക്കാൻ പാടില്ല, അദബ് വേണം. പിന്നെന്റെ പുണ്യനബി തങ്ങളെ അല്ലാഹുവിന്റെ ഹബീബിനത് വിഷമമായി. ഖുർആൻ ഇടപെട്ടു അവിടെ. എന്നിട്ട് പറഞ്ഞു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നല്ലദീന യഗുല്ലൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹി ഉലൈകല്ലദീന ഇംതഹന അല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ.
അള്ളാഹുവിന്റെ ഹബീബിനോട് ബഹുമാനം കാണിക്കുകയും ആദരവ് കാണിക്കുകയും അദബ് കാണിക്കുകയും ചെയ്ത് ആരാണോ ഹബീബിന് വേണ്ടി ക്ഷമയോടെ നിൽക്കുന്നത് അവർക്കാണ് അള്ളാഹു തഖ്വ കൊണ്ട് അലങ്കാരം നൽകിയത്, അവരല്ലാഹു അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ ബനൂ തമീം വന്നപ്പോഴാണ് ഈ വിഷയം. അവര് പുറത്തേക്ക് ഇറങ്ങി പറഞ്ഞു, ഇന്ന മദ്ഹനാല സൈനുൻ വ ഇന്ന ദമ്മനാല ശൈനുൻ നഹ്നു അക്റമുൽ അറബ്. നബിയെ, ഞങ്ങൾ അറബികളിലെ പ്രമാണിമാർ, ഞങ്ങളെ പ്രശംസിക്കുന്നത് അഭിമാനമാണ്, ഞങ്ങളെ ചീത്ത പറയുന്നത് മോശമാണ്, ഞങ്ങൾ അറബികളിലെ ഏറ്റവും വലിയ മഹാന്മാരാണ്. പുണ്യനബി തങ്ങൾ അതിന് മറുപടി കൊടുക്കേണ്ടി വന്നു, കദബതും ബൽ മിദ്ഹത്തുല്ലാഹി സൈനു വദമ്മുഹു ശൈൻ. നിങ്ങൾ പറഞ്ഞത് തെറ്റാണല്ലോ. അള്ളാഹുവിന്റെ മദ്ഹാണ് ഏറ്റവും വലിയ ആനന്ദം, അള്ളാഹുവിന്റെ മദ്ഹാണ് ഏറ്റവും വലിയ അലങ്കാരം, അതാണ് അഭിമാനം. അള്ളാഹിനെ പറ്റി പറയാൻ പാടില്ലാത്തത് പറയുന്നതാണ് മോശം. പിന്നെ നിങ്ങൾ പ്രമാണിമാരാണെന്ന് പറയുന്നുണ്ടോ? അക്റമു മിൻകും, നിങ്ങളെക്കാളും ഏറ്റവും പ്രമാണിയായത് യൂസുഫ് ബിനു ഇസ്ഹാഖ് ബിനു യഅഖൂബ് ബിനു ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്ഹാഖ് നബിയുടെ, യാക്കൂബ് നബിയുടെ മകൻ യൂസുഫ് അലൈഹിമുസ്സലാം. ആ മഹാനായ യൂസുഫ് നബിയോളം ഉണ്ടോ നിങ്ങളുടെ മഹത്വം? അപ്പൊ അവർ പറയാൻ തുടങ്ങി, ഇത് നബിയുടെ പള്ളിയുടെ ഉള്ളിൽ നിന്നാണ് ചർച്ച നടക്കുന്നത്. ഞങ്ങൾ വന്നത് നബിയെ, അങ്ങയുടെ ആളുകളും ഞങ്ങളും തമ്മിൽ ഒരു സാഹിത്യ മത്സരം നടക്കണം. ഞങ്ങളുടെ പ്രഭാഷകൻ ഒരു പ്രഭാഷണം നടത്തും, നിങ്ങളിലെ ആള് അതിനെ എതിർത്ത് പറഞ്ഞ് ഞങ്ങൾ തോറ്റാൽ ഞങ്ങൾ സമ്മതിക്കും നിങ്ങളെ. ഞങ്ങളുടെ ഷായർ പാട്ടുപാടും, നിങ്ങളുടെ ഷായർ അതിന് മറുപടി പറയണം. ആരാണോ ജയിക്കുന്നത് അവരാ ജയിക്ക. ഞങ്ങൾ പറഞ്ഞു ആയിക്കോട്ടെ. അല്ലാമ ഇബ്നു ഖുതൈബയൊക്കെ ഇതിന് അൽ മുനാസറ എന്ന് പറയും. ഇത് മുനാസറയാണ് ഇവിടെ നടക്കുന്നത്. പെരുമ പറയാ, ഞങ്ങൾ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ഞങ്ങൾ അങ്ങനത്തെവരാണ്, ഞങ്ങൾ ഇങ്ങനത്തെവരാണ്. പഴയ അറബികളല്ലേ, അവരെങ്ങനെ അത് പോരിശ പറയാൻ പോവാ. അങ്ങനെ ഉത്താരിദ് ഇബ്നു ഹാജിബ് എന്നവർ എഴുന്നേറ്റ് നിന്നു. അയാൾ പറയാൻ തുടങ്ങി, അൽഹംദുലില്ലാഹില്ലദീ ലഹു അലൈനൽ ഫദ്ലു വഹുവ അഹ്ലുഹു അല്ലദീ ജഅലനാ മുലൂകൻ വവഹബ ലനാ അംവാലൻ ഇളാമ. ഞങ്ങളെ അല്ലാഹു രാജാക്കന്മാരാക്കി ഞങ്ങൾക്ക് ഒരുപാട് സമ്പത്ത് തന്നു. ആ പടച്ചവനാണ് സൗവ, എല്ലാ നന്മയും എല്ലാ ഗുണവും. നഫ്അലു ഫീഹൽ മഅറൂഫ വജഅലനാ ഇസ്സത അഹ്ലിൽ മശ്രിഖ്. അങ്ങനെ പ്രസംഗിച്ചു കൊണ്ടുപോവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മുടെ പ്രഭാഷകൻ ഇവിടെ സാബിത്ത് ബിനു ഖൈസ് ബിനു ശമ്മാസ് റളിയല്ലാഹു അൻഹു ഇവിടെ. ഖും ഫാജിബ്, എഴുന്നേറ്റ് മറുപടി കൊടുക്കിൻ. സാബിത്ത് റളിയല്ലാഹു അൻഹു, സാബിത്ത് ബിനു ഖൈസ് ബിനു ശമ്മാസ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. ഹബീബിന്റെ ഖതീബ്. ഈ ഒരു സാഹിത്യ മത്സരം നടക്കുന്നത് ഹബീബിന്റെ മസ്ജിദിലാണ്. സല്ലല്ലാഹു അൽഹംദുലില്ലാഹില്ലദി സ്സമാവാതു വൽ അർദു ഖൽഖുഹു ഖദാ ഫീഹിന്ന അംറഹു വവസിഅ കുർസിയ്യുഹു ഇൽമുഹു വലം യകു ശൈഉൻ ഖത്തു ഇല്ലാ മിൻ ഫദ്ലി. അല്ലാഹുവിനെ പുകഴ്ത്തിയിട്ട് ثم كان من قدرته أن جعلنا ملوكا واصطفى من خير خلقه رسولا أكرمه نسبا وأصدقه حديثا وأفضله حسبا فأنزل عليه كتابا وأتمنه على خلقه فكان خيرة الله من العالمين. പുണ്യ റസൂലിനെ അല്ലാഹു അയച്ചതാണ് പറയുന്നത്. ഏറ്റവും നല്ല കുടുംബത്തിലെ, ഏറ്റവും നല്ല തറവാട്ടിലെ, ഏറ്റവും നല്ല സുലാലയിൽ നിന്ന് ഹബീബായ നബി തങ്ങളെ അല്ലാഹു ദീനുമായി ഖുർആനുമായി ജനങ്ങളിലേക്ക് നിയോഗിച്ചു. فآمن برسول الله المهاجرون من قومه وذوي رحمه أكرم الناس أحسابا وأحسن الناس وجوها وخير الناس فعالا. മുഹാജിറുകളെ പറ്റി പറഞ്ഞു, പിന്നെ അൻസാരികളെ പറ്റി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാതി വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അവരുടെ പ്രസംഗം എവിടെ കിടക്കുന്നു? സാബിത്ത് എന്നവരുടെ പ്രസംഗം എവിടെ കിടക്കുന്നു? ഇത് ഹബീബിന്റെ ഹലറത്തിൽ നിന്നാണ് പറയുന്നത്. പിന്നെ അവരുടെ ഒരു ഷായർ, അവരുടെ ഒരു കവി എഴുന്നേറ്റ് നിന്നു. نحن الكرام فلا حي يعادلنا منا الملوك وفينا تنصب البيع وكم قصرنا من الأحياء كلهم عند النهاب وفضل العز يتبع. അവരിങ്ങനെ കൊള്ള സംഘങ്ങളെ തട്ടിക്കൊണ്ടുപോയതും സമ്പത്ത് പിടിച്ചു പറിച്ചതും യുദ്ധം ചെയ്തതും ആളുകളെ തലയറുത്തതും ഇതൊക്കെ പറയുന്നത്. പുണ്യ നബി തങ്ങൾ ചോദിച്ചു, എന്റെ കവി എവിടെ? ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്നവരെവിടെയാണ്? അവർ കുറെ ദൂരെയായിരുന്നു. ആളുകൾ ഓടി ചെന്നു, ഹസ്സാനെ, പുണ്യ നബി നിങ്ങൾ